നമ്മൾ കേരളത്തിൽ പറയുന്ന വിനിത ബി.ജെ.പി. ഓഫീസിൽ വലിയ ആഹ്ലാദ അതിരേഖത്തിലായിരിക്കുമല്ലോ. തീർച്ചയായും എസ്കേൻ വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്താണ്. സമീപമുള്ള ഒരു ചെറിയ പാചകപ്പുരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഇവിടെ അവർ മധുര പലഹാരങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിരുന്നു, ജിലേബിയൊക്കെ ഉണ്ടാക്കുകയും രാവിലെ ഇവിടെ എത്തിയ പ്രവർത്തകർക്കൊക്കെ തന്നെ അവർ പ്രഭാത ഭക്ഷണമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അടുത്ത ഒരു തന്തൂർ റൊട്ടി ഉണ്ടാക്കുകയാണ്. ഇവിടെ കൂടുതൽ ഈ വിജയം ആഘോഷിക്കാനൊക്കെ എത്തുന്ന കൂടുതൽ പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഡൽഹിയിലൊക്കെ കിട്ടുന്ന ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈലിലുള്ള തന്തൂർ റൊട്ടിയാണ്. അതിനായിട്ട് സ്പെഷ്യൽ പാചകക്കാരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ തന്തൂർ റൊട്ടി ഉണ്ടാക്കി ഇങ്ങനെ ഇടുകയാണ്. ഇങ്ങനെ വലിയ ഒരു ആവേശത്തിലും ആഘോഷത്തിലും ഒക്കെ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകരൊക്കെ തന്നെ ഉള്ളത്. നമുക്ക് ആ ബി.ജെ.പി. ആസ്ഥാനത്ത് വരുമ്പോഴും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. തന്തൂർ റൊട്ടി तंदूरी रोटी कैसा बनाना है? उधर पूछ रहा उधर അവർ തന്തൂർ റൊട്ടി അവർ ഉണ്ടാക്കുകയാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കുക്കുണ്ട്, അദ്ദേഹം അതിനെപ്പറ്റി പറയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ അവർ നെയ്യൊക്കെ ഒഴിച്ച് അതിങ്ങനെ ഉച്ചത്തേക്കുള്ള ആഹാരം ഇങ്ങനെ പാകം ചെയ്യുകയാണ് ഒരു വശത്ത്. അങ്ങനെ വലിയൊരു ആവേശം നമുക്ക് ഈ ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നേതാക്കളൊക്കെ തന്നെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം നമ്മൾ കോൺഗ്രസ് ആസ്ഥാനത്തൊക്കെ പോകുമ്പോഴും അവിടെയും ആദ്യഘട്ടത്തിൽ വലിയൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പിന്നീട് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ അവർ ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും വലിയ ആവേശം തന്നെയാണ്. ഒപ്പം തന്നെ ആ ഒരു വിജയം ആഘോഷിക്കാനുള്ള ഒരുക്കമൊക്കെയാണ് നമുക്ക് ഈ ബി.ജെ.പി. ആസ്ഥാനത്ത് നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. എന്തായാലും അവിടെ ബി.ജെ.പി. ആസ്ഥാനത്ത് ഉച്ചഭക്ഷണത്തിലുള്ള തിരക്കൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ ആഘോഷ മൂഡിലേക്ക് പോകുന്നു. ബി.ജെ.പിയും ജെ.ഡി.യുവും കൈകോർത്ത് അതിശക്തമായ നിലയിൽ എൻ.ഡി.എ സഖ്യം അവിടെ അധികാരത്തിലേക്ക് ഓൾമോസ്റ്റ് എത്തി എന്ന് പറയാം. 12 മണിയാവുന്നുണ്ട്. അലിനഗറിലെ മൈഥിലി താക്കൂറിന്റെ ലീഡ് അവർ 14,000 പരം വോട്ടിന് പോപ്പുലർ കാൻഡിഡേറ്റിൽ ഒരാളാണ്. 14,000 പരം വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. 4ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി 5ലേക്കൊക്കെ കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ തേജസ്വി യാദവ് 5 റൗണ്ട് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന അവർ തമ്മിലുള്ള ഡിഫറൻസ് കൂടി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഒരു പ്രതിപക്ഷ സാധാരണ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന പോലെ ഇത് പ്രതിപക്ഷ വിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതെ, പ്രതിപക്ഷ വിരുദ്ധ വേണം പറയാം, അല്ലെങ്കിൽ പ്രതിപക്ഷ വിരുദ്ധ വികാരം. അതുകൊണ്ടാണല്ലോ ഈ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ തെരഞ്ഞുപിടിച്ച് അവർ പിന്നിലായി പോകുന്നതിന് കാരണം അങ്ങനെയാണോ എന്നറിയില്ല. അതോ ഇനി ഇവർക്ക് ആരോപിക്കുന്ന പോലെ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് അക്കാര്യത്തിലുണ്ടോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ആ സഖ്യത്തിന് ചലനം ഉണ്ടാക്കാനേ കഴിയുന്നില്ല. RJD കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടം പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഓർത്തു നോക്കണം, കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു തവണ കൂടി 5 വർഷം നിതീഷ് കുമാർ ഭരിച്ചതാണ്. സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവേണ്ടതാണ്. JDU ആസ്ഥാനത്ത് പടക്കം പിന്നെയും പൊട്ടുകയാണ്. JDU ആസ്ഥാനത്താണ് കൂട്ടമായി പടക്കം പൊട്ടുന്നത്. JDU ഇത്തവണ ഇരട്ടി മധുരമാണ്. ഏതെങ്കിലും തരത്തിൽ അവർ അപ്രസക്തരായി പോകുന്നില്ല. അപ്രസക്തരായി പോകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ JDU ഞങ്ങൾ അപ്രസക്തരല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് സന്തോഷം കൂടിയാണത്. അതുകൊണ്ടാണ് ടൈഗർ അബി സിന്ധാഹെ എന്ന മുദ്രാവാക്യം. ടൈഗർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ അപ്രസക്തമായില്ല. അബി എന്ന വാക്കിനർത്ഥം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള അപ്പോൾ അങ്ങനെ വലിയ ആഘോഷം അവിടെ ശംഖനാഥം മുഴക്കിക്കൊണ്ട് മണികലക്കിക്കൊണ്ട് ബെല്ലടിച്ചുകൊണ്ടൊക്കെ അവിടെ വലിയ ആഘോഷം JDU പ്രവർത്തനം നടത്തുന്നു. അതിന് ആ റോഡിന് നേരെ ഓപ്പോസിറ്റാണ് RJD ശ്മശാന മുഖതയാണ് അവിടെ സംഭവിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് കൊടുത്ത 10,000 രൂപ സ്ത്രീ കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ സ്ത്രീ സെൻട്രിക്കായി നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനങ്ങൾ, മദ്യനിരോധനമൊക്കെ ഒരിക്കൽ കൂടി സുശാസൻ ബാബുവിന് അനുഗ്രഹമായി വരുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും ഏതെങ്കിലും തരത്തിൽ ജാതീയമായി ഇപ്പം ബീഹാർ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, നമ്മുടെ ഇവിടെ മോശമൊന്നുമല്ല, ജാതീയമായി വലിയ തോതിൽ ഇപ്പം കമ്പാർട്ട്മെന്റുള്ള സ്ഥലമാണ്. ആ കമ്പാർട്ട്മെന്റുകളിലേക്ക് വേറൊരാൾക്ക് പൊളിച്ചു കയറാൻ കഴിയാത്ത കമ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. ആ കമ്പാർട്ട്മെന്റിലേക്ക് പൊളിച്ചു കയറാൻ കഴിയുമെങ്കിൽ 10,000 രൂപ എന്ന് പറയുന്നത് വലിയ CPM 7 കോൺഗ്രസിന് 5 190ലേക്ക് ഉയരുന്നു. 188ലേക്ക് 188ലേക്ക് NDA താണാൻ 190 മറ്റുള്ളവർ 4 തുടരുന്നു. 60 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് CPM 7 കോൺഗ്രസ് 5 CPM 1. ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്കിൽ ഒരു പക്ഷേ കോൺഗ്രസിനാവണം. 60 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 5ലേക്ക് ഇടിയാണ്. 60 സീറ്റിൽ മത്സരിച്ച ഈ പറയുന്ന RSPയുമായി RJDയുമായി എന്താണ് വലിയ സീറ്റുകളിൽ 61ൽ
അതെ. 5 സീറ്റിലേക്ക് ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ പരമദയനീയമായ പ്രകടനമാണ് കോൺഗ്രസ് ആ കാഴ്ചവെക്കുന്നത്. മുന്നണിയിൽ സ്ട്രൈക്ക് റേറ്റ് കൂടിയ പാർട്ടി CPML ആണ്. ML ആണ്. അവർക്ക് അത്രയും സീറ്റിൽ 24 മറ്റോ ആണെന്ന് തോന്നുന്നു മത്സരിക്കുന്നത്. 25 ഉണ്ട്. അതായത് 30 താഴെ. അതിലവർക്ക് 7 ഇടത്ത് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അത് എത്ര നിലനിർത്തുമെന്ന് അറിയില്ല. അതിനിടയ്ക്ക് ദിഗ മണ്ഡലത്തിൽ CPML സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുശാന്ത് സിംഗ് രജപുത്തിന്റെ സഹോദരി ദിവ്യ ഗൗതം പിന്നിൽ എന്നുള്ള വാർത്ത വരുന്നു. ദിഗ മണ്ഡലത്തിലാണത്. BJPയുടെ സഞ്ജയ് ചൗരസ്യ അവിടെ 21,000 വോട്ടിന് മുന്നിലാണ്. ഈ സമയത്ത് 21,000 വോട്ടിന് മുന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ ML-ന് വലിയ ഭൂരിപക്ഷമാണ്. ML-ന്റെ ഒരു സീറ്റ് നഷ്ടമാവുന്നതാണ് മനസ്സിലാക്കാൻ. തേജസ്വി യാദവിനാണ് ആഘാതം. തേജസ്വി യാദവ് ഈ തെരഞ്ഞെടുപ്പിലെ സങ്കടപുത്രനായി മാറുന്നു, ഉറപ്പായി മാറുന്നതിന് കാരണം തേജസ്വി എന്താണ് ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരിക്കലും ഇല്ല, ഡു ഓർ ഡൈ എന്ന് പറയുന്ന അവസ്ഥ തേജസ്വിക്ക് ഉണ്ടായിരുന്നു. ഇക്കൊരു മുഖ്യമന്ത്രിയാവുക എന്ന പ്രതീക്ഷ തേജസ്വിക്ക് ഉണ്ടായിരുന്നു. കാര്യം മാത്രമല്ല ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളൊക്കെ തേജസ്വി പ്രഭാവം പ്രവഹിച്ചതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നേതാവ്, ഏറ്റവും നല്ല യുവ നേതാവായി മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുള്ള ആളായി ആൾക്കാർക്കാണ് തേജസ്വിയാണ്. ആ തേജസ്വി പോലും ഇപ്പോൾ പരാജയത്തിന്റെ വക്കിൽ 16,000 വോട്ടുകൾക്ക് പിന്നിലാണെന്ന് പറയുമ്പോൾ പരാജയത്തിന്റെ വക്കിലാണ്. 84-77. 84 BJP, JDU 77, LJP 22, HAM 5, RLM 2. LJPയുടെ പ്രകടനം അത് എനിക്ക് തോന്നുന്നു ആ മുന്നണിയിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് LJPക്ക് തന്നെയാണ്. ഇവിടെ ഇന്ത്യയിലേക്ക് വന്നാൽ 49 ഉള്ളൂ. അതിൽ 35 RJD, കോൺഗ്രസ് 5, CPML 7. അപ്പോൾ അവിടെ രണ്ടാമത്തെ കക്ഷിയായി CPML മാറുന്നതാണ് ഈ മണിക്കൂറിൽ നമ്മൾ കാണുന്നത്. മറ്റു പാർട്ടികളുടെ പേര് പറയാനില്ല. നമ്മുടെ പ്രേക്ഷകര് ഒരാളെ അന്വേഷിച്ചല്ലോ, രാഹുൽ ഗാന്ധി. അപ്പൊ നമ്മുടെ വിനീത VG ഡൽഹിയിൽ കോൺഗ്രസ് ഓഫീസിൽ ഇത് അന്വേഷിച്ചു. AICC ആസ്ഥാനത്ത് അന്വേഷിച്ചിട്ട് ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ രാഹുൽ ഗാന്ധി ഓഫീസിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.